ഹലോ 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 സുന്ദരമായിരിക്കുന്ന നാടാണ്, പല നിറങ്ങളുള്ള നാടാണ്, പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ. അനാദിയാം മതങ്ങൾ പൂക്കും അരുവ പൂങ്കാവ് ഇന്ത്യ, അരുവ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. സുന്ദരമായിരിക്കുന്ന ഇന്ത്യ. ഞങ്ങള് ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചത് നമ്മൾ ഒരുമിച്ചാണ് അല്ലേ? വരാൻ പോകുന്ന വിഷു ആഘോഷിക്കുവാനും നമ്മൾ ഒരുമിച്ചാണ്. ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആ ഇന്ത്യയുടെ മതേതൃത്വം കാത്തു സൂക്ഷിക്കുവാൻ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം രാഹുൽ ഗാന്ധിയോടൊപ്പം കൈപ്പത്തി അടയാളത്തിൽ ചാർന്നു നിൽക്കും. അതിന്റെ പ്രാർത്ഥനയും പിന്തുണയും അമ്മമാരുടേത് കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് 18ന്റെ പ്രിയപ്പെട്ട പരിപാടിയിലേക്ക്. അല്ല, ഞങ്ങളുടെ റിപ്പോർട്ടിങ്ങിന് സ്വാഗതം ചെയ്യുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഓരോ പ്രസംഗവും പാട്ട് കേൾക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വലിയ ആവേശത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളും കാത്തിരിക്കുക. പ്രത്യേകിച്ച് ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ച് പെരുന്നാൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആഘോഷിച്ചുകൊണ്ട് ഈ മതേതരത്വത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസത്തിലേക്ക് കടക്കുന്ന സമയം. അപ്പൊ അതിന്റെ ഒരു വലിയ ആവേശവും രാഹുൽ ഗാന്ധിയോടൊപ്പം കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ തയ്യാറായിക്കൊണ്ട് ആലത്തൂരുകാർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കും. എം പി എന്ന നിലയിൽ രമ്യ പുതുമുഖമായിരുന്നു. ആലത്തൂരുകാർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം അവർ മുന്നോട്ട് വെക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് ന്യൂസ് 18 ചാനലുകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും സംവദിച്ചുകൊണ്ടുമായിരുന്നു അവർ നമുക്ക് വോട്ട് നൽകിയത് എങ്കിൽ ഇത്തവണ അവരോടൊപ്പം വികസന പ്രവർത്തനങ്ങളും അവരുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിലെ ഒരുപാട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ ഇടപഴകി ചേർന്നുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ മത്സരിക്കുമ്പോൾ അതിന്റേതായ ഒരു പിന്തുണയും ഏറെ പ്രാർത്ഥനയും കൂടി ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അടിപൊളിയായിട്ട്. ആലത്തൂർ എന്താണ് ജനം കൂടുതലായി ചർച്ച ചെയ്യുന്നത്? ആലത്തൂരില് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ പെൻഷൻ കിട്ടിയിട്ടില്ല. കാരണം ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞു, എത്രയോ വല്യമ്മമാര് തന്റെ കൊച്ചുമക്കള് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അല്ലേ കയ്യില് അവർക്കൊരു പെരുന്നാക്കോടി മേടിക്കാനോ അല്ലെങ്കിൽ ഒരു മിഠായി മേടിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു സിനിമയ്ക്കൊക്കെ പോകാൻ കുഞ്ഞുങ്ങൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഇവിടെ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് മലമ്പുഴയാണെങ്കിലും ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ ചെറിയ കൊച്ചു പഞ്ചായത്തുകളുടെ പാർക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ കയ്യിൽ വെച്ചു കൊടുക്കാൻ ഒരു കാശില്ലാത്തത് അമ്മമാര് പെൻഷൻ കിട്ടാത്തതിന്റെ വലിയൊരു വിഷമമാണ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം നെൽകർഷകരുടെ ഒരു നാടാണ്. ഇതുവരെ അവരുടെ കൈകളിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന നെല്ലിന്റെ തുക കൊടുക്കുവാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോഴും ചാക്ക് കണക്കിന് നെല്ലുകൾ ശേഖരിച്ച് വീട്ടിന്റെ ഉമ്മറത്തൊക്കെ വെച്ചിരിക്കുക. കാരണം ഇന്നലെ ഒരു മഴ കൂടി പെയ്തപ്പം എത്രയോ കർഷകർ ഇന്ന് രാവിലെ പറയാണ് പ്രതീക്ഷിക്കാതെ വന്ന മഴയത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് നനഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു സാഹചര്യവും ഇപ്പം ഇവിടെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ കുടിവെള്ളം വലിയ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടും അവരത് സംസാരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടും തന്നെയാണ് പോകുന്നത്. പിന്നെ അമ്മമാർക്ക് ഏക ഒരു ആശ്വാസമുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നടപ്പിലാക്കിയ ആ തൊഴിൽ ദാന പദ്ധതിയിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് മിക്ക വീടുകളിലും. അപ്പൊ അതുപോലെയുള്ള ക്ഷേമ പദ്ധതികൾ വരണമെങ്കിൽ ജനങ്ങൾ പറയുകയാണ് വീണ്ടും അത് കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കണം. കാരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ അതിനുശേഷം വന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അത്തരം പദ്ധതികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഏറ്റവും വലിയ പിന്തുണയും പ്രാർത്ഥനയും നൽകുന്ന അമ്മമാരാണ്. കണ്ട 2 മൂക്കുത്തിയൊക്കെ കുത്തിയിരിക്കുന്ന സുന്ദരിയായിരിക്കുന്ന അമ്മമാരാണ് എന്റെ കൂടെയുള്ളത് എന്നുള്ളത് കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മന്ത്രിയാണ് എതിരെ മത്സരിക്കുന്നത്. അപ്പൊ ആ മണ്ഡലത്തിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നാണ് CPM അല്ലെ? കാരണം അവര് മറുപടി പറയണ്ടേ. കാരണം ഇപ്പോഴും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭാഗമായിട്ടിരിക്കുന്ന ഒരാളിനെ സർക്കാരിന്റെ ഒരു പ്രതിനിധി തന്നെ നേരിട്ട് മത്സരിക്കുമ്പോൾ സർക്കാർ പെൻഷൻ കിട്ടാത്തതിൻ്റെത് പട്ടികവർഗ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നെൽകർഷകന് ഇപ്പോഴും സർക്കാർ ലോൺ കൊടുത്തു.
പാവപ്പെട്ട കർഷകൻ അധ്വാനിച്ച രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഉച്ച സമയങ്ങളിൽ വെള്ളം തിരിച്ചുവിട്ട് എങ്ങനെയും കനാലിൽ എത്തിച്ചേരുന്ന വെള്ളം എങ്ങനെയും തിരിച്ചുവിടാന്നൊക്കെ കരുതി ആ കഠിനാധ്വാനത്തിന്റെ പൈസ ഇവിടെ വാങ്ങി വെച്ചിട്ട് സർക്കാർ ഒരു സമയത്ത് പറ്റിച്ചു. കാരണം ലോണായിട്ട് കൊടുത്തു. ആ ലോണ് സർക്കാർ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ഈ കർഷകൻ സിബിൽ സ്കോറിനകത്ത് പെട്ടിരിക്കുകയാണ്. അപ്പം ആ വ്യക്തിക്ക് സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലോണും കിട്ടില്ല. മകളുടെ പഠനത്തിനോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചയക്കാനോ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിനോ അങ്ങനെ തുടങ്ങി ഒരു ലോണും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കർഷകനെ കൂപ്പുകുത്തിച്ചതും ഈ സർക്കാരിന്റെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സർക്കാർ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അത്തരം ഒരു ആളുകൾ വരുന്ന സമയത്ത് എന്നുള്ളത് ഉറപ്പാണ്. ഈ ചൂടത്ത് എങ്ങനെയാ ഇത്ര എനർജി? കാരണം ചൂടത്ത് ഈ പറയുന്ന അമ്മമാരെയൊക്കെ നോക്കി നിന്നാലല്ലേ എങ്ങനെയാ ഈ ചൂടറിയാ? ഇവരുടെ ഈ സ്നേഹവും ഇവരുടെ ഈ ഒരു കരുതലും കണ്ട. അവര് കടന്നു വരുന്ന സമയത്ത് ചെറിയ പാത്രത്തിനകത്ത് ചെറിയ വീട്ടിലിപ്പോ നല്ല മാങ്ങയും ചക്കയൊക്കെ പഴുത്ത സമയമാണ്, അതെല്ലാം പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് നമുക്ക് വഴിനീളെ പോകുന്ന സമയത്ത് അവരെല്ലാം നൽകുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ആവേശവും എനർജിയും കാണുമ്പോൾ നമ്മൾ ഈ ചൂടിനെയൊക്കെ അതിജീവിക്കും. ജനങ്ങളെ കാണുമ്പോൾ എന്ത് ചൂട്, നമ്മൾ ആ ജനങ്ങളോടൊപ്പം ചേർന്ന് പോകും. പാട്ടും പാടി ജയിക്കുന്ന തന്നെയാണ് 100%. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. കാരണം പാട്ടുപാടിയും പ്രസംഗിച്ചും സംവദിച്ചും തന്നെ അല്ലേടാ, ഉറപ്പല്ലേ? ഓക്കെ ഓക്കെ, ഒരു പാട്ട് പാടി നമുക്ക് നിർത്താം. പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്, ഇന്ത്യ അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു, ജനം മൊഴിഞ്ഞു വാഴുന്നു. കണ്ടോ, പാട്ട് എന്റെ അമ്മമാര് പോലും പഠിച്ചു എന്നുള്ളതാണ്. താങ്ക് യു. വളരെ പ്രസരിപ്പോടെ ഒരുപക്ഷെ നമ്മൾ പല മണ്ഡലങ്ങളിൽ പോയെങ്കിലും ഇത്ര ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഈ പ്രസന്നവദനയായി സമീപിക്കുന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ രമ്യ ഹരിദാസ് ആയിരിക്കും. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രമ്യയുള്ളത്. പ്രജീഷിനൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, ന്യൂസ് 8.